നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. സ്വാശ്രയ മേഖലയിലെ കൊള്ളരുതായ്മ തന്നെയാണ് പ്രൈം ഡിബേറ്റ് ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത്. ഒപ്പം കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും വലിയ പ്രതീക്ഷ. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സ്വാശ്രയ ഹുങ്കിന് കടിഞ്ഞാൺ വീഴുന്നു. കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം ഏർപ്പെടുത്തും. കോളേജുകളിലെ അവസ്ഥ പഠിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. കോളേജുകൾ അടച്ചിടുമെന്ന ഭീഷണിയുമായി ഉടമകൾ. വിഷ്ണുവിൻ്റെതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. വിഷ്ണുവിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായധനം. പ്രധാനമന്ത്രിക്ക് ആശ്വസിക്കാം. സഹാറ ബിർള കോഴ കേസുകളിൽ പ്രത്യേക അന്വേഷണമില്ല. നരേന്ദ്രമോദി പണം വാങ്ങിയെന്ന പ്രശാന്ത് ഭൂഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. അന്വേഷണത്തിന് ഉത്തരവിടാൻ ആവശ്യമായ തെളിവുകളില്ലെന്ന് കോടതി. जो हमने 70 साल में नहीं किया, जो हमने 70 साल में इंस्टीट्यूशंस की रिस्पेक्ट की, जुडिशरी की रिस्पेक्ट की, आरबीआई की रिस्पेक्ट की, प्रेस की रिस्पेक्ट की, शायद बहुत ज्यादा की. 2019 അച്ഛേദിൻ കോൺഗ്രസ് തിരിച്ചുകൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി. ജുഡീഷ്യറിയെയും റിസർവ് ബാങ്കിനെയും കേന്ദ്രം ദുർബലപ്പെടുത്തി. രാജ്യം ഭരിക്കുന്നത് മോദിയും മോഹൻ ഭാഗവതും ചേർന്ന്. സമരങ്ങൾക്ക് രൂപം നൽകി AICC കൺവെൻഷൻ. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഓഫീസിന് സൗകര്യം പോരെന്ന് VS. IMGയിലെ ഓഫീസ് VS സന്ദർശിച്ചു. TP സെൻകുമാറിനെതിരെ വീണ്ടും സംസ്ഥാന സർക്കാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമാക്കാനുള്ള ശുപാർശ തള്ളും. സർക്കാർ നിലപാട് സമിതിയെ ബോധ്യപ്പെടുത്താത്തതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് ആശ്രയമൊരുക്കി സ്വാശ്രയ ഹുങ്കിന് സർക്കാർ കടിഞ്ഞാണിടുമോ? നോക്കുകുത്തിയായി പേരിനു വേണ്ടി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന സംവിധാനം നമുക്ക് ആവശ്യമുണ്ടോ? സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പ്രത്യേക പരിശോധന നടത്താൻ മന്ത്രിസഭാ തീരുമാനം. നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ മരിച്ച ജിഷ്ണുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും തീരുമാനമായി. പാമ്പാടി നെഹ്റു കോളേജ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നു. സാങ്കേതിക സർവകലാശാല അധികൃതർ നൽകിയ റിപ്പോർട്ടും സർക്കാർ പരിഗണിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനം പരിശോധിക്കുന്നത്. വിഷ്ണു മരിച്ച കുട്ടിയുടെ വീടിന് 10 ലക്ഷം രൂപ കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സർവകലാശാലയുടെ റിപ്പോർട്ട് പ്രാഥമികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണം യൂണിവേഴ്സിറ്റിയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് അവരുടെ കിട്ടി. ആ റിപ്പോർട്ട് പരിശോധിച്ചു. സംസ്ഥാനത്തെ പല സ്വാശ്രയ കോളേജുകളുടെയും പ്രവർത്തന സാഹചര്യം സംബന്ധിച്ച് മുമ്പും പരാതി ഉയർന്നിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും നൽകിയ പരാതികളും സർക്കാരിന് മുന്നിലുണ്ട്. പരിശോധനയ്ക്കായി പ്രത്യേക സമിതിയെ രൂപീകരിക്കാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച് സാങ്കേതിക സർവകലാശാല അധികൃതരുടെയും അഭിപ്രായം തേടും. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ മരിച്ച ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ നാളെ മുതൽ അടച്ചിടും. വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിലാണ് മാനേജ്മെന്റുകളുടെ തീരുമാനം. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി വിദ്യാർത്ഥി സംഘടനകളെ നേരിടാനൊരുങ്ങുകയാണ് സ്വാശ്രയ മാനേജ്മെന്റുകൾ. പാമ്പാടി നെഹ്റു കോളേജ് സംഭവത്തിൽ ജനരോഷം ശക്തമാകുന്നതിനിടെയാണ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിരോധ ശ്രമം. സംസ്ഥാനത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ നാളെ അടച്ചിടും. വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് കോളേജുകൾ അടച്ചിടാനാണ് തീരുമാനമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അനിശ്ചിതകാലമായിട്ട് കോളേജുകൾ അടച്ചിടുകയല്ലാതെ മറ്റു മാർഗം ഞങ്ങളുടെ മുൻപിലില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് വിളിച്ചു ചേർത്ത യോഗം രാവിലെ KSU പ്രവർത്തകർ തടസ്സപ്പെടുത്തിയിരുന്നു. കൊച്ചിയിലെ അസോസിയേഷന്റെ യോഗസ്ഥലത്തേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. അസോസിയേഷന്റെ ബോർഡും ജനൽ ചില്ലുകളും ഗേറ്റും പ്രവർത്തകർ തകർത്തു. ജിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്.
പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. തിരുവനന്തപുരം നെഹ്റു കോളേജിന്റെ പ്രാദേശിക റിക്രൂട്ടിംഗ് കേന്ദ്രത്തിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. ഓഫീസിലെ ബോർഡ് അടിച്ചു തകർത്തു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. ഇപ്പോൾ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക്സി തോമസ്, ഒപ്പം തന്നെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് UDF പ്രതിനിധീകരിച്ച് ശ്രീ KS ശബരിനാഥ് MLA, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയെയും ഞങ്ങൾ ടെലിഫോൺ ലൈനിൽ പരിശ്രമിക്കുകയാണ് ലഭിക്കാനായി. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ വരാം എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അതേസമയം നേരിട്ട് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടിയുള്ളത് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പലരുമായും ബന്ധപ്പെട്ടപ്പോൾ അവർ നിലവിലെ സാഹചര്യത്തിൽ ചില വിമുഖതയാണ് പ്രകടിപ്പിച്ചത്. ജയ്ക്ക്, ആദ്യം വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ ചോദിക്കട്ടെ, ഇന്ന് മന്ത്രിസഭായോഗം ചില തീരുമാനങ്ങൾ എടുത്തല്ലോ. ഒന്ന്, ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാൻ പോകുന്നു. അതിൻ്റെ ചുമതലയും കാര്യങ്ങളുമെല്ലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്കാണ്. അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ എല്ലാ കോളേജിലും ഏർപ്പെടുത്താൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ നടപടികളും സ്വീകരിച്ചില്ല എങ്കിൽ അക്രഡിറ്റേഷൻ റദ്ദാക്കുന്നതിനൊക്കെ സർവകലാശാല ഇപ്പോൾ തുനിയുന്നുണ്ട്. തൃപ്തിയുണ്ടോ? റൈറ്റ്, ജയ്ക്ക് ഒന്ന് ലൈനിൽ തുടരുക. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. വളരെ സങ്കടകരവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യം മിനിസ്റ്റർ, ഒരു വലിയ സംഭവം ഉണ്ടായ ശേഷം മാത്രമേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കൂ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി നമ്മുടെ സംവിധാനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗം ഇത്രയൊക്കെ പ്രഖ്യാപിച്ചു. അത്രയും നന്ന്. ഇതിനർത്ഥം AK ആന്റണിയുടെ കാലത്ത് തുടങ്ങിയതാണ് സ്വാശ്രയ വിദ്യാഭ്യാസം. അതൊരു വലിയ വ്യവസായമായി വളർന്നു. അതിനുശേഷം ഇടതുമുന്നണി സർക്കാർ വന്നു, വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി വന്നു, ഇപ്പോൾ വീണ്ടും ഇടതുജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലിരിക്കുന്നു. നാളിതുവരെ നമ്മുടെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ റിപ്പോർട്ടും സർക്കാരുകളുടെയോ സർവകലാശാലകളുടെയോ പക്കലില്ല എന്ന് തന്നെയാണോ മന്ത്രിക്ക് തോന്നുന്നത്? ഇന്ന് ഒരു പ്രത്യേക സമിതി വെച്ച് എല്ലാ കോളേജിലെയും അവസ്ഥ പരിശോധിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ അവിടെ ഇതുവരെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള നടപടിയെടുക്കുക എന്നുള്ളതല്ലേ ശരി. ഒരു പ്രശ്നം വരുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന പഠന റിപ്പോർട്ടുകളോ പഠനത്തിനുണ്ടായ വിഷയങ്ങളോ തിരിച്ചറിഞ്ഞ് അത് പോരാ, കൂടുതൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ പഠിക്കണം. പണ്ട് പഠിച്ച അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ. അത് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഇതിനു മുമ്പ് പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നല്ല. അപ്പോൾ കൃത്യമായിട്ടും ഇന്നത്തെ അവസ്ഥയും ഇപ്പോഴത്തെ ഓരോ കോളേജിലുള്ള സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള വഴി കണ്ടെത്തുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇന്ന് ക്യാബിനറ്റ് എത്തിച്ചേർന്നത്. ശരിയാണ് മിനിസ്റ്റർ പറഞ്ഞ ഞാനൊന്ന് ഒരു സംശയമുള്ളതുകൊണ്ട് ഇടപെടുകയാണ്. അതായത് രജനി എസ് ആനന്ദ് മുൻപ് മരിച്ചതിനെ തുടർന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ ഫീസിൻ്റെയും പ്രവേശനത്തിൻ്റെയും കാര്യത്തിൽ വലിയൊരു ചിന്തയ്ക്ക് തുടക്കം കുറിക്കാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ട് പോയി അവിടെ പഠിക്കാൻ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് മേലുള്ള ഒരു ഗുണ്ടായിസം ഒരു ഭാഗത്ത്, പകൽ കൊള്ള മറുഭാഗത്ത്, ഭീതിജനകമായ ക്യാമ്പസ് അന്തരീക്ഷം, ഇത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ പിന്നീട് രൂപപ്പെട്ട കഴിഞ്ഞ കുറേ നാളുകളായി രൂപപ്പെട്ടതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയമില്ല, വിദ്യാർത്ഥി സംഘടനകളില്ല, മാനേജ്മെൻറ്റും അവരുടെ ഗുണ്ടകളും അടങ്ങുന്ന ഒരു വലിയ സംവിധാനം മാത്രമാകുന്ന ഒരു പ്രത്യേക നിലയിലേക്ക് സ്വാശ്രയ വിദ്യാഭ്യാസം പല മേഖലകളിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ ഇതൊക്കെ കൂടി ഏകോപിപ്പിക്കാൻ ഒരു സർവകലാശാല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. അവരുടെ പണി എന്താണ്? എത്രയോ മാസമായി പുതിയ അക്കാദമിക് വർഷം തുടങ്ങിയിട്ട് സ്വമേധയാ ഇടപെടാൻ, പരിശോധനകൾ നടത്താൻ ഈ സർവകലാശാല എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സർവകലാശാല ഇതുവരെ ചെയ്തിരുന്നതിന്റെ കുറവുകൾ നികത്തുക, അത് തന്നെയാണ് ലക്ഷ്യം. ഞാൻ തുറന്നത് പറഞ്ഞു. ഇതുവരെ ചെയ്തിരുന്നതെല്ലാം പൂർണ്ണമായിരുന്നുവെങ്കിൽ നമുക്ക് ഇനിയൊരു പഠനത്തിന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ അവിചാരിതമായ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം നെഹ്റു കോളേജിൽ അതിദാരുണമായൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആരും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണകൂടത്തിന്റെ ചുമതല അത് ഇനി ആവർത്തിക്കാതിരിക്കുവാനുള്ള കൃത്യമായ നിലപാടെടുക്കുക എന്നുള്ളത് തന്നെയാണ്.
ആ നിലപാട് നമ്മൾ പഠിക്കാതെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇക്കാര്യം കൃത്യമായിട്ട് വിലയിരുത്താനുള്ള തീരുമാനം പൊതുവിൽ എല്ലാവരും സ്വീകരിക്കും എന്നുള്ളതാണ് ക്യാബിനറ്റിന് തോന്നിയ അഭിപ്രായം. അങ്ങനെ തീർച്ചയായും മാത്രമേ ശ്രീ പ്രശ്നം രവീന്ദ്രനാഥ്, പരിഹരിക്കാൻ തീർച്ചയായും ഈ ഒരു വലിയ പ്രശ്നത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തെ ഈ കോലാഹലമൊക്കെ കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് നഷ്ടമെന്ന് നമ്മൾ തന്നെ പറയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. മാധ്യമങ്ങളെ പോലും ഈ കാണുന്ന പ്രേക്ഷകനടക്കം പഴിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇത് കഴിഞ്ഞ് മറ്റൊരു വാർത്തയിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ സർക്കാരിൻ്റെ, മന്ത്രിസഭയുടെ ഈ തീരുമാനങ്ങളും വേഗത്തിലുള്ള നടപടികളും ആശ്വാസകരം തന്നെയാണ്. ഞാൻ അപ്പോഴും ആവർത്തിക്കുന്നത്, പക്ഷെ നേരിട്ട് ഇക്കാര്യങ്ങൾ നോക്കുന്ന ഒരു സർവകലാശാല ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറയാനുള്ളൊരു യോഗ്യതയും അവകാശവും ധാർമ്മികതയും ആ സർവകലാശാലയ്ക്കില്ലല്ലോ. അത് സർവകലാശാലയ്ക്ക് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതൊരു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നമാണ്. അവിടെ തന്നെ എല്ലാം പഠനത്തിന്റെ ഭാഗമാണ്. സർവകലാശാലയിൽ ഏതെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായിട്ടും നികത്താനുള്ള ശ്രമം നടത്തുക. ഇന്നലെ സർക്കാരിന്റെ ചുമതല, ആ ചുമതല നിർവഹിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെ ഒരു അതിദാരുണമായൊരു സംഭവം കേരളത്തിൽ ഇല്ലാതിരിക്കുവാൻ വളരെ ശ്രദ്ധാപൂർവമാണ് സർക്കാർ നീങ്ങുന്നത്. കൃത്യമായിട്ടുള്ളതിന്റെ നിലപാടുകൾ എടുത്തുകൊണ്ട് ഇന്നത്തെ ഓംബുഡ്സ്മാൻ വന്നിരിക്കുന്നു. സർക്കാർ പഠനത്തിനുള്ള ഇത് ഉണ്ടാക്കിയിരിക്കുന്നു. ആ കുട്ടിയുടെ മറ്റേ വീടിന് അതിന്റെ 10 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ സാവധാനത്തിൽ, വളരെ ശ്രദ്ധാപൂർവം ഒരു പ്രശ്നം ഇവിടെ ഇല്ലാതിരിക്കത്തക്ക രീതിയിലുള്ള നിലപാട് സർക്കാർ എടുക്കുകയാണ്. ആ സർക്കാരിന്റെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങൾ ഈ തരത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. സ്വാശ്രയ മാനേജ്മെന്റ് മാത്രം, ഹാസ്റ്റർ കോളേജ് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു റാഗിങ്, ഒരു പോളിടെക്നിക്കിൽ നടന്നു. ഇതെല്ലാം ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മുടെ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം പ്രാവർത്തികമാക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മന്ത്രി ഒരു കാര്യം കൂടി താങ്കളുടെ അഭിപ്രായം അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ യോഗം ചേർന്ന് വളരെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ ഇതങ്ങ് അടച്ചിടും, നാളെ മുതൽ അനിശ്ചിതകാലം അടച്ചിടും എന്ന് പറയാൻ കഴിയുന്ന ഒരു നിലപാടോ ഹുങ്കോ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവർക്കുണ്ടല്ലോ. അവരെ അസോസിയേഷൻ എന്നോ മാനേജ്മെന്റ് എന്നോ പറയുന്നതിനപ്പുറം ഉടമകളാണ്, സ്വാശ്രയ വ്യവസായത്തിലെ വ്യവസായികളാണവർ. അവർ ഇങ്ങനെ പറയുകയാണ്, സർക്കാരിനെ പോലും സമ്മർദ്ദത്തിലാക്കാനല്ലേ അത്? അവര് ചെയ്തത് തെറ്റാണ്. അവരോട് സമരം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവര് സമരം പിൻവലിക്കേണ്ടതാണ്. അക്കാദമിക് സാഹചര്യം നിലനിർത്തേണ്ടതാണ്. ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ലാത്തതാണ്. സർക്കാർ എടുത്തിട്ടുള്ള വളരെ ദിശാബോധമുള്ള ഈ തീരുമാനത്തിനൊപ്പം സ്വാശ്രയ കോളേജും PTയും ജനങ്ങളും ഒന്നിച്ചു നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി ഉണ്ടാക്കണം എന്നുള്ളതാണ് സർക്കാർ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നെഹ്റു കോളേജ് മാനേജ്മെന്റ് എങ്ങനെയാണ് പ്രതികരിച്ചത്? അങ്ങനെ പ്രതികരിക്കുകയും പ്രകോപനപരമായ ഒരു നിലപാടുമായി ഇതിനു ശേഷവും തുടരുന്ന ആളുകളോട്, അത് സർക്കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾ അടച്ചിടും അനിശ്ചിതകാലത്തേക്കെന്ന് പറയുന്നവരോട് മന്ത്രിയുടെ ഈ വിനീതമായ ഭാഷയ്ക്കും ഈ പരസ്പര ബഹുമാനത്തിനും എന്തെങ്കിലും വില അവർ കൽപ്പിക്കാൻ ഇടയുണ്ടോ? കൽപ്പിക്കും, സംശയം വേണ്ട. പരസ്പര ബഹുമാനത്തിന് വില കൽപ്പിക്കാത്ത ഒരു കാലം ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രശ്നത്തിന് ഷാർപ്പായിട്ട് നിലപാടെടുക്കേണ്ടത് സർക്കാർ എടുത്തു. സർവകലാശാലയെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അന്വേഷണത്തിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതെല്ലാം വിതിൻ നോ ടൈം എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ സർക്കാർ ഷാർപ്പായിട്ട് ചെയ്തു. അപ്പൊ ഷാർപ്പായിട്ട് ചെയ്യേണ്ടത് ഷാർപ്പായിട്ട് ചെയ്യുകയും ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുകയും ചെയ്യുന്ന ആ നിലപാടിനോട് ജനങ്ങളും എല്ലാവരും സഹകരിക്കും. അതേ ജനങ്ങൾക്ക് സംശയം തോന്നാവുന്ന ഒന്ന്, ഈ മാനേജ്മെന്റ് അസോസിയേഷൻ അതേ ദിവസം ഒരു കൂസലുമില്ലാതെ ഞങ്ങൾ ഇതങ്ങ് അടച്ചിടും എന്ന് പറയുന്ന നിലയിലേക്ക് മാനേജർമാർ വിദ്യാഭ്യാസത്തെ ഭരിച്ചിരുന്ന ഒരു പഴയ കാലത്തേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ആലോചിച്ചാൽ, ആ ചരിത്രം നന്നായി അറിയാവുന്നയാളാണ് താങ്കൾ. അങ്ങനെ അത്തരം ഒരു സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ ഇതങ്ങ് അടച്ചിടും എന്ന് ഉടമകൾ പറഞ്ഞാൽ സമരം പ്രഖ്യാപിച്ചാൽ സർക്കാർ ആദ്യം ഇത് പിൻവലിക്കാൻ അഭ്യർത്ഥിക്കണം. അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്താ അവരുടെ നിലപാടെന്ന് അറിയട്ടെ. അങ്ങനെയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ചിലത് വളരെ വികാരപരമായിട്ടല്ല സമീപിക്കേണ്ടത്. സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു, സമരം പിൻവലിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്താണ് മാനേജ്മെന്റ് നിലപാട്? അവർക്ക് അങ്ങനെ ഒരു സമരം ചെയ്യാനുള്ള അർഹത മന്ത്രി എന്ന നിലയിൽ താങ്കൾ കാണുന്നുണ്ടോ ശ്രീ രവീന്ദ്രനാഥ്? അവർക്ക് അങ്ങനെ സമരം ചെയ്യാനുള്ള ഒരു അർഹത താങ്കൾ കാണുന്നുണ്ടോ? അതല്ലേ പിൻവലിക്കാൻ പറഞ്ഞത്. അതാണല്ലോ പിൻവലിക്കാൻ പറഞ്ഞത്.
സമരം ചെയ്യാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞാൽ പിൻവലിക്കാനല്ലല്ലോ പറയാ. ഒരു പ്രധാനപ്പെട്ട സംശയം കൂടി. സമരം ചെയ്യാൻ പാടില്ല, അതിനെ പിൻവലിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. ശ്രീ രവീന്ദ്രനാഥ്, അതായത് ഇവിടെ ഒരു പ്രത്യേക സമിതിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ശബരിനാഥ് ചേരുന്നുണ്ട്, ഡോക്ടർ ഫസൽ ഗഫൂർ ഈ ചർച്ചയിലേക്ക് വരുന്നു, ജെയ്ക്സി തോമസ് ഉണ്ട്. മിനിസ്റ്റർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഞാനൊരു യാത്രയിലാണ് ഇപ്പോൾ. ഒരു ഒറ്റ കാര്യം കൂടി, ഈ അന്വേഷണം സമയബന്ധിതമായി തീരുമോ? ഒരിക്കലും ഉത്തരം കണ്ടെത്താത്ത നീണ്ടുപോകുന്ന അന്വേഷണങ്ങളുടെ ഗതിയിലേക്ക് ഈ പ്രത്യേക സമിതി നീങ്ങുമോ? അതിനെ ആര് കണ്ടെത്തും? ഈ കുട്ടികൾക്കും നിർഭയമായി രക്ഷിതാക്കൾക്കും കോളേജുകളെയും മാനേജ്മെന്റുകളെയും ഗുണ്ടകളെയും ഭയക്കാതെ ഇവർക്ക് മുമ്പിൽ എത്താനും തെളിവെടുപ്പ് വിവരങ്ങൾ നൽകാനും കഴിയുന്ന ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഒരു സ്വാതന്ത്ര്യം, സൗകര്യം സർക്കാർ ഒരുക്കുമോ? തീർച്ചയായിട്ടും. അതല്ലേ ഓംബുഡ്സ്മാൻ ഇന്ന് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സർവകലാശാല സർക്കാർ പഠനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പ്രശ്നം ഇല്ലാതിരിക്കാനാണ് എന്ന് ഞാൻ പല തവണയെ ആവർത്തിച്ച് പറയുന്നു. അത് കൃത്യമായിട്ട് തന്നെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഞാൻ പറഞ്ഞു, അതിന്റെ ആ ലക്ഷ്യത്തിനൊപ്പം കേരളത്തിലെ ജനങ്ങളും വേണം. ആ ഒരു നിലപാട് ആണ് അംഗീകരിക്കേണ്ടത്. ആ രീതിയിൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും ജനാധിപത്യപരമായി. വിഷയം പഠിച്ച് ഷാർപ്പായിട്ട് ചെയ്യേണ്ട ഷാർപ്പായിട്ടും ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്നു എന്നുള്ളൊരു അംഗീകാരം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, ജനകീയമായിട്ട് ഇതിനൊരു പിന്തുണ ഉണ്ടെങ്കിൽ കേരളത്തിൽ അതിലെന്താണ് മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ടോ? കാരണം സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ പഴിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ കേസിൽ അത് ഉണ്ടായിട്ടില്ല. വികാരപരമായി, വളരെ വൈകാരികമായി, രോഷത്തോടെ ഒരു ജനത പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സർക്കാരിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി സർക്കാരിനെതിരെ ആയുധമാക്കാൻ അത്രമേൽ മുൻകാലങ്ങളിലെ പോലൊന്നും അധികം വന്നിട്ടില്ല. അതും വളരെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അത് ആശ്വാസകരവും ഗുണപരവുമായ ഒരു പശ്ചാത്തലമായി മിനിസ്റ്റർ കാണുന്നു എന്നാണോ? നേരെ അല്ല, സർക്കാരിനെ ആരും പഴി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ സർക്കാർ എടുക്കുന്ന നിലപാട് ഇങ്ങനെ ഇത്തരം ചില ചോദ്യങ്ങളിലൂടെ ചില സംശയങ്ങൾ ഉണരുന്നു. സർക്കാർ എടുക്കുന്ന കൃത്യമായൊരു നിലപാട്, ആ നിലപാട് ശരിയാണ് എന്നൊന്ന് അംഗീകരിക്കൂ. ഇതുവരെ സർക്കാരിനെ ആരും പഴിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ എടുത്ത നിലപാട് ശരിയാണ് എന്ന് അംഗീകരിക്കൂ, അതിനോട് ചേർന്ന് നിൽക്കൂ. തീർച്ചയായും അതാണ് പറഞ്ഞത്. സർക്കാർ വളരെ വേഗത്തിൽ തൊട്ടടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ആ തീരുമാനങ്ങളുടെ തുടർച്ചയിൽ സമയബന്ധിതമായി അവസാനിക്കണം എന്ന് മുന്നുണ്ടായ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളി ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാനാകില്ലല്ലോ. കുറ്റം പറയണം. ഇതുവരെ നമ്മൾ സർക്കാർ നടന്ന ഈ പ്രശ്നങ്ങളെല്ലാം എത്ര വേഗമാണ്, 3 ദിവസത്തിനുള്ളിലല്ലേ കൃത്യമായ തീരുമാനം. മിനിസ്റ്റർ പറയുന്നത് ഇതുവരെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുവരെ ചെയ്തതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേക സമിതികൾ രൂപീകരിക്കും, പ്രഖ്യാപനം നടത്തും. പക്ഷേ ഇതിന്റെ റിപ്പോർട്ട് ഏത് കാലത്ത് വരും, എങ്ങനെ വരും, എന്ത് നടപടി സ്വീകരിച്ചു? അപ്പോഴും ഈ സ്വാശ്രയ രംഗത്തെ ഉടമകൾ നിർബാധം പോകുന്ന മുൻ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സമയബന്ധിതമായി പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അത് പഠിക്കുമെന്നല്ലേ സർക്കാർ പറയുന്നത്. മുൻകാലത്ത് പഠിച്ചോ ഇല്ലയോ എന്ന് നോക്കേണ്ട ഈ സർക്കാർ പഠിക്കും എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ പഠിക്കുക തന്നെ ചെയ്യും. അതിന്റെ റിപ്പോർട്ടും വരും, അതിന്റെ ഗുണവും ജനങ്ങൾക്കുണ്ടാവും. സർക്കാർ നിൽക്കുന്നു നല്ല ധാരണയിൽ തന്നെ വളരെയധികം നന്ദി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കേരളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളോട് വളരെ ദീർഘമായി തന്നെ യാത്രക്കിടയിലും പ്രതികരിച്ചത്. ഇതുവരെ എടുത്ത നടപടികളുടെ തുടർച്ചയിൽ ഇച്ഛാശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ പ്രഖ്യാപിച്ച സമരത്തെ പോലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. സമരം അടിയന്തരമായി മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പിൻവലിക്കണം എന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18 ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ജെയ്ക്ക്, ആദ്യം വിദ്യാർത്ഥി സംഘടനാ നേതാവെന്ന നിലയിൽ ആദ്യ പ്രതികരണം അറിയാൻ താങ്കളിലേക്ക്. എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നങ്ങളും തകർന്നു എന്ന് പറയുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ഏറ്റവും അവസാനമായി കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയാണ് ഇതിൻ്റെ ഒരു വളരെ ഗൗരവമായ ഒരു തലം നിൽക്കുന്നതും. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷം നമ്മൾക്ക് ഇനി ഭാവിയിലേക്ക് നോക്കുകയാണ്. എങ്ങനെ ഈ കുറ്റമറ്റതാക്കാം ഈ സംവിധാനങ്ങളെ ആകെ? ആ നിലയിലുള്ള ഒരു ജാഗ്രത ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണോ ജയ്ക്ക് കരുതുന്നത്? എല്ലാ നിലയിലും ഇപ്പോൾ ജിഷ്ണു എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ രക്തസാക്ഷിത്വത്തോളം എത്തുന്ന ആത്മഹത്യ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിറങ്ങലിക്കുന്ന ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആത്മഹത്യ ചെയ്ത ജിഷ്ണു നമ്മളോട് ചോദിക്കുന്നത്, ഇനിയും സ്വാശ്രയ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ കണ്ണുനീർ വീഴുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം എന്ത് ചെയ്യുമെന്ന അസ്വസ്ഥജനകമായ ചോദ്യമാണ് ജിഷ്ണു നമ്മളോട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ എത്രയോ നാളുകളായി നിലനിൽക്കുന്നു. ഇപ്പോഴും അനർഗള നിർഗളമായി നിർഭയം
എത്രയോ സ്വാശ്രയ കോളേജുകൾക്കകത്ത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവരം, നമ്മുടെ നാട്ടിൽ കോട്ടയം ജില്ലയിൽ തന്നെ മറ്റക്കരയിലെ ഒരു ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ്, അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജ്, അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ SUT ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, എത്രയോ കിരാതമായ നരാധമത്വം നിറയുന്ന നടപടികളാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കുള്ളിൽ നിൽക്കുന്നത്. ഇപ്പോൾ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്, അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്ക് ഷാൾ ധരിക്കാൻ അവകാശമില്ല, ലേഡീസ് ഹോസ്റ്റലിൽ വാർഡനില്ല. ടോം എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ ഉടമ തന്നെയാണ് ആ ലേഡീസ് ഹോസ്റ്റലിലെ വാർഡൻ. രാത്രി 7 മണിക്ക് ശേഷം ഈ വാർഡന്റെ പ്രത്യേക സന്ദർശനം ആ ലേഡീസ് ഹോസ്റ്റലിലേക്കുണ്ട്. ഇതിനോടകം തന്നെ ആ കോളേജിൽ ദുരൂഹമായി കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ എണ്ണം 2. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിനവും ഈ സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ പൊതുസമൂഹത്തെ തേടിയെത്തുന്നത്. ഇപ്പോഴാവട്ടെ എല്ലാ സ്വാശ്രയ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ നിർഭയമായി തങ്ങളുടെ കലാലയങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നിശബ്ദ അടിയന്തരാവസ്ഥയുടെ തോത് എത്രമാത്രമാണെന്ന് ഇതിനോടകം വിളിച്ചു പറയാൻ ഞാനൊന്ന് ജയ്ക്കിലേക്ക് മടങ്ങി വരാം. ജയ് ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ദിവസങ്ങളുടെ ആവേശം കഴിയുമ്പോൾ ജയ്ക്ക് ഓർത്തു വെച്ചോളൂ, ഈ ചർച്ചയുടെ ഭാഗമായി മാത്രമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വത്തെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളുടെ ആവേശം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ രോഷം ആറിത്തണുക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ പോലും ഭയന്നേക്കാം. നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് പല ക്യാമ്പസിലേക്കും കടന്നു ചെല്ലാൻ കഴിയില്ല. മാനേജ്മെന്റുകൾ നിങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെ ആ കുട്ടികൾക്ക് ധൈര്യം പകർന്ന് ഇത്തരം കൊള്ളരുതായ്മകളെ തുറന്നു കാട്ടുവാൻ ഒരു സൗകര്യം നിങ്ങൾക്ക് ഒരുക്കാനാവും? ജയ്ക്ക് ഒന്ന് കരുതി വെച്ചോളൂ, എല്ലാവരിലേക്കും പോകേണ്ടതുകൊണ്ടാണ്. ഞാൻ വരാം. ശബരിനാഥ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. രോഹിത് വെമുല ഇന്ത്യയുടെ വേദനയായി നിൽക്കുകയും ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ജിഷ്ണു എന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ ജീവിതവും സ്വപ്നവും തകരുന്ന നിലയിലേക്ക് ഈ പ്രശ്നം എത്തി നിൽക്കുന്നത്. സർക്കാർ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റ മനസ്സോടുകൂടി ഈ സംവിധാനത്തിലെ കൊള്ളരുതായ്മകൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും സ്വാശ്രയ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഓരോ വാർത്തകളും ഓരോ പൊതുപ്രവർത്തകരും പല സ്ഥലത്ത് നിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഇത്ര രീതിയിൽ വലിയൊരു പൊതുവിഷയമായിട്ട് അത് വന്നിട്ടുള്ളത് ഈ നമ്മളെ മരണപ്പെട്ട ജിഷ്ണു എന്ന യുവാവിൻ്റെ ഈ കേസിന് ശേഷമാണ്. എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ രാഷ്ട്രീയ സംഘടനകളും സാമൂഹിക സംഘടനകളും സാംസ്കാരിക സംഘടനകളും ഒരുമിച്ച് വന്ന്, ഒരുപക്ഷെ അതിനോടൊപ്പം വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും അതിനോടൊപ്പം ഒരുപക്ഷെ സ്വാശ്രയ മാനേജ്മെൻറ്റ് കോളേജുകളും ടീച്ചർമാരും ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ തിരുത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ സ്വാശ്രയം എന്നുള്ള ആശയം തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മുടെ പല വിദ്യാർത്ഥികളും ബാംഗ്ലൂർ ആവട്ടെ, കർണാടക ആവട്ടെ, തമിഴ്നാടാവട്ടെ, അവിടെ പല പല കോളേജുകളിൽ പോയി പഠിച്ച് ഇതിന് സമാനമായ വിഷയങ്ങൾ ഒരുപക്ഷെ 10-15 വർഷങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് സ്വാശ്രയം കേരളത്തിൽ തന്നെ കുട്ടികൾ പഠിക്കട്ടെ എന്നൊരു തീരുമാനമായി ആദ്യം സ്വാശ്രയം എന്ന ആശയം വന്നത്. പക്ഷേ കാലം മാറിയപ്പോൾ ഇന്ന് 2017 നിൽക്കുമ്പോൾ അന്ന് തമിഴ്നാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, ബാംഗ്ലൂരുണ്ടായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ചോദിച്ചതുപോലെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ക്യാബിനറ്റിലും എടുത്ത തീരുമാനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ശരിയാകുമോ എന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് സംശയമുണ്ട്. ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഒരു ഓംബുഡ്സ്മാനെ നിയമിക്കും എന്നുള്ളതാണ്. അത് നിയമ പ്രാബല്യമുള്ള ഒരു ജുഡീഷ്യലായിട്ടുള്ളൊരു ബോഡിയാണ്. എനിക്ക് പറയാനുള്ളത്, എല്ലാ കാര്യത്തിലും ഈ നാട്ടിൽ ഓംബുഡ്സ്മാൻ ഉണ്ട്. നമ്മളൊരു മൊബൈൽ ബില്ല് അടയ്ക്കുമ്പോൾ കറക്റ്റായ ബില്ല് വന്നില്ലെങ്കിൽ ട്രായുടെ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ അത് കാരണം പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഗുഡ്സിന് ഓംബുഡ്സ്മാൻ ഉണ്ട്. അപ്പോൾ എല്ലാ രംഗത്തും ബാങ്കിങ് രംഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. ഈ ബാങ്കിങ് രംഗത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സോപ്പ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേസുകൾ കൊടുക്കുമ്പോൾ അത് ഓംബുഡ്സ്മാന് പോയതിനു ശേഷം എന്താവുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ഓംബുഡ്സ്മാനെ നിയമിച്ചത് കൊണ്ട് എല്ലാ കോളേജുകളിലും KTU ചെയ്യുകയാണെങ്കിൽ ഇത് എത്രത്തോളം ഇതിന് പരിഹാരം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ശാന്തമാക്കുവാൻ വേണ്ടി ഓംബുഡ്സ്മാൻ എന്ന പേര് നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഗുണം എത്രത്തോളം താഴെത്തട്ടിൽ പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇതാണ് ഗുണമുണ്ടാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റെ സംശയങ്ങളുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട്. സ്വാശ്രയ മേഖലയിലെ കൊള്ളയെക്കുറിച്ചായിരുന്നു പലപ്പോഴും നിങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത് മാറി, കൊള്ള മാറി, കൊലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നിലയിൽ ഇതിൻ്റെ നടത്തിപ്പ് അത്രമേൽ കൊള്ളരുതായ്മ നിറഞ്ഞതായി പല കോളേജുകളും ഒറ്റപ്പെട്ട സംഭവമായി പറയാനാകാത്ത വിധം വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ വളരെ ഗൗരവമായൊരു സാഹചര്യം. അതിനെ കാണാതെയും നടപടി സ്വീകരിക്കാതെയും മുന്നോട്ട് പോയാൽ അത് നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന വലിയ തെറ്റായി മാറും.
അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്വയാശ്രയ മേഖല വളർന്ന് പന്തലിച്ച്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സ്വയാശ്രയ ഭൂതത്തെ പുറത്ത് വിട്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്നത്. ശരത്തിന് ഓർമ്മയുണ്ട്, നമ്മൾ 10-12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1000-ലധികമാണ് കോളേജുകളുള്ളത്. 160 എഞ്ചിനീയറിംഗ് കോളേജ്, 100 BEd, 100 BSc നഴ്സിംഗ്, 500-600 ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇങ്ങനെ അങ്ങനെ പെറ്റുവരിയിരിക്കുകയാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു ബഹളം ഉണ്ടാവുന്ന 2 കാര്യത്തെ പറ്റി മാത്രമാണ്. എന്താണ്? ഒന്ന് അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ, 2 ഫീസ്. ആ ഒരു സീസൺ കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നമ്മൾ മെഡിസിൻ്റെ സെപ്റ്റംബർ മാസം സീസൺ കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നിശ്ചലമായിട്ട് പിന്നെ അടുത്ത സീസണിലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ സ്ഥാപനങ്ങൾ എന്തായി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ വരെ പെരുമാറുന്നത്. എത്രയോ കോളേജുകൾ കൊടുക്കുന്നു, ചിലർ ആരംഭിക്കുന്നു, ചിലർ ആരംഭിക്കുന്നില്ല, ചിലർ ആരംഭിച്ചവരത് പൂട്ടുന്നു. അപ്പോൾ ഒരു കുട്ടി ആദ്യം റെൻ്റൽ ബിൽഡിങ്ങിൽ ആരംഭിക്കുന്നു, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നില്ല. എനിക്കിപ്പോൾ അറിയാം 5-10 കൊല്ലമായിട്ട് റെൻ്റൽ ബിൽഡിങ്ങിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് നിന്നും അതിൻ്റെ ഒരു തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോൾ ഒരു തരത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് ശരിയാണ്. എല്ലാവരും ഇതിൽ തെറ്റുകാരാണ്. അത് വളരെ ബുദ്ധിപരമായ ഒരു മറുപടിയായിട്ടേ ഞാൻ എടുക്കൂ. കാരണം നിങ്ങൾക്ക് ഫീസിൻ്റെ കാര്യത്തിലും പ്രവേശനത്തിൻ്റെ കാര്യത്തിലും എണ്ണം പറഞ്ഞു വാങ്ങിച്ചെടുക്കാൻ ഈ പറഞ്ഞ അസോസിയേഷൻ അറിയാമല്ലോ. പക്ഷേ ആ നടത്തിപ്പിൽ എന്തുകൊണ്ടാണ് ആ ജാഗ്രത ഉണ്ടാകാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് തങ്ങളുടെ ഇഷ്ടപ്രകാരം ക്രിമിനൽ മനോഭാവത്തോടുകൂടെ സ്ഥാപനങ്ങളെ നടത്തുന്നത്? മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഞങ്ങളിത് അടച്ചിടും എന്ന് പറയാൻ കാട്ടുന്ന ആർജവം ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലെ കൊള്ളരുതായ്മകളെക്കുറിച്ച് പരിശോധിക്കാൻ നിങ്ങളുടെ അസോസിയേഷനും തയ്യാറാകുന്നില്ലല്ലോ. ഈ സ്ഥാപനം നടത്തുന്നയാൾ തന്നെ അസോസിയേഷനിലെ വളരെ പ്രധാനപ്പെട്ടയാളല്ലേ? സർക്കാരുമായി ബന്ധപ്പെട്ട് സീറ്റിൻ്റെയും ഫീസിൻ്റെയും കാര്യം ചർച്ച ചെയ്യുന്ന ആളല്ലേ ഈ നെഹ്റു കോളേജിൻ്റെയും ചെയർമാൻ? അപ്പം നിങ്ങൾക്കില്ലാത്ത ഉത്തരവാദിത്വം മറ്റുള്ളവർക്കുണ്ടാകണം എന്ന് പറയുന്നതിലെ ഒരുതരം ശരിയില്ലായ്മയുണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ. ഇല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതിന് ഒരു മോണിറ്ററിങ് സിസ്റ്റം വേണം. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഇൻസ്പെക്ഷൻ ഉണ്ട്. 6 കൊല്ലം ഇൻസ്പെക്ഷൻ ഉണ്ട്. ആ ഇൻസ്പെക്ഷനിൽ പൂർത്തിയായിട്ട് മാത്രമേ പെർമനൻറ്റ് അഫിലിയേഷൻ കിട്ടുള്ളൂ. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സ്ഥിതി അങ്ങനെയല്ല, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ സ്ഥിതി അങ്ങനെയല്ല. അവിടെ മെഡിക്കൽ കോളേജിലൊക്കെ എല്ലാ വിദ്യാർത്ഥികളെയും ഇൻസ്പെക്ഷൻ സമയത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ വിഷയങ്ങളോട്ട് കടക്കുന്നുണ്ട്. അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ജെയിംസ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ 3-4 തലത്തിലുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റി, ജെയിംസ് കമ്മിറ്റി, പിന്നെ അതിനോടൊപ്പം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ നടത്തിപ്പിനെ പറ്റിയിട്ടുള്ളൊരു സിസ്റ്റം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മുമ്പ് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മറ്റേ നാക് അക്രഡിഷൻ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഗ്രാൻഡോ അഫിലിയേഷനോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നാക് അക്രഡിഷൻ, നാഷണൽ അക്രഡിഷൻ വേണം. അതുമാതിരി സ്റ്റേറ്റ് അക്രഡിഷൻ ബോഡി എന്ന് പറഞ്ഞിട്ട് ബോഡി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇട്ടു. പക്ഷേ അതൊരു ജലരേഖയായിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബോഡി വരികയും ആ ബോഡിക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെ നടത്തിപ്പിനെ പറ്റി അപ്പോൾ ഒരു കാര്യം കൂടെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു വരുന്നത് പ്രത്യേക സമിതി വരുമ്പോൾ അതെല്ലാം അതിന്റെ പരിഗണനാ വിഷയമാക്കൂ. പക്ഷേ മാനേജ്മെന്റുകളുടെ ഭാഗത്ത് നിന്നുണ്ടായ വലിയ തെറ്റ് അത് കേരളം പകൽ പോലെ കണ്ട സാഹചര്യത്തിൽ അതേക്കുറിച്ച് ആദ്യം സംസാരിക്കൂ ഡോക്ടർ ഫസൽ ഗഫൂർ. അതല്ലേ വളരെ പ്രധാനം. നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ഫീസും പ്രവേശനവും നേടിയെടുക്കാൻ വേണ്ടി MESനെ അല്ല ഞാൻ പറയുന്നത്, താങ്കൾ മനസ്സിലാക്കുമെന്നറിയാം. പക്ഷേ മാനേജ്മെൻറ്റ് അസോസിയേഷനിലെ ഈ പ്രധാനികൾ ഇങ്ങനെയാണെങ്കിൽ താഴോട്ടുള്ള മറ്റുടമകൾ എങ്ങനെയാകും? കൃഷ്ണപ്രസാദ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളല്ലേ, നെഹ്റു കോളേജിൻ്റെ ഉടമ, ചെയർമാൻ എന്നൊക്കെ പറയുന്നയാൾ. ഈ ആളല്ലേ ഈ അസോസിയേഷനെ നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അസോസിയേഷനിലെ മറ്റുള്ളവരുടെ മനോഭാവം എന്താകാം? അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേട്ടല്ലോ, ഇവിടെ ഒരു തർക്കം ഉദിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രസാദും കൂട്ടരും പറയുന്നത് അവർ ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ കുട്ടിക്കെതിരായിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ ഒരു മൈനറായിട്ടുള്ള ഒരു ഒഫൻസ് മാത്രമാണ് ഈ കുട്ടി ചെയ്തിട്ടുള്ളത്. മൈനർ എന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുസ്തകം കൊണ്ട് കോപ്പി അടിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി ഞാൻ കോപ്പി അടിക്കുകയോ അങ്ങനത്തെ കോപ്പി അടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു മൈനർ സംഭവമാണ്. അപ്പോൾ ഈ മൈനർ സംഭവം ഒരു 5 സാധാരണഗതിയിൽ നമ്മുടെ നിയമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയെ എഴുതാൻ സമ്മതിക്കണം, പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. അതിനുശേഷം മാത്രം കോപ്പി അടിച്ച മെറ്റീരിയൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചു കൊടുക്കണം. അതിനുശേഷം യൂണിവേഴ്സിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. മാനേജ്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല ഈ വിദ്യാർത്ഥിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ കൺഫിസ്കേറ്റ് ചെയ്യാനോ കൂടുതൽ ഇതിലോട്ട് അതായത് പരീക്ഷ പൂർത്തിയാക്കുന്നതിന് തടസ്സം നിൽക്കാൻ അധികാരമില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു എൻക്വയറിയിലൂടെ ആണ് പുറത്തു വരേണ്ടത്. ഈ എൻക്വയറിയുടെയും പോലീസ് എൻക്വയറി, പിന്നെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് പോലെ ഒരു കോപ്പിയടിയുടെ മാത്രം വിഷയമല്ല. താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അറിയിക്കുന്ന പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ആ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് അവകാശമുണ്ടോ? അല്ലെങ്കിൽ അത്തരം ആക്ഷേപമല്ലേ ഇതിൽ ഉയർന്നത്?
ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. ഇടിമുറികൾ എന്തിനാണ് കോളേജുകളിൽ? ഒരു IG കോപ്പി അടിച്ചു എന്ന വലിയ ആക്ഷേപം കേട്ട സംസ്ഥാനമാണ്. ഒരു കുട്ടി, ആ കുട്ടി അത്തരം ആക്ഷേപം നേരിട്ടുവെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്കപ്പുറത്തേക്ക് ഈ കുട്ടികളെ ആ നിലയിൽ ഭയപ്പെടുത്തി ഒട്ടും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അല്ലാതെ എന്തുകൊണ്ട് ഈ ക്യാമ്പസുകൾ മുന്നോട്ട് പോകുന്നു? എന്തിനാണ് അവർ അങ്ങനെ ഈ ക്യാമ്പസുകളെ മാറ്റി തീർക്കുന്നത്? അതല്ലേ അന്വേഷിക്കേണ്ടത് ഡോക്ടർ ഫസൽ ഗഫൂർ? അത് തീർച്ചയായിട്ടും ആ അന്വേഷണം വേണം. ആ അന്വേഷണത്തിനനുസരിച്ചിട്ട് നമ്മൾ നടപടികൾ എടുക്കണമെന്ന് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ അവിടെ പുറത്ത് ആദ്യം പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് നിരോധിച്ചത് തെറ്റാണ്. അതിൽ ഇൻഡോ കമ്മീഷൻ നിരോധിച്ചത് തന്നെ തെറ്റാണ്. കാരണം രാഷ്ട്രീയമില്ലായ്മയാണ് ഈ ക്യാമ്പസുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. മാനേജ്മെന്റിലുള്ള ധിക്കാരായാലും അരാഷ്ട്രീയവാദം വിദ്യാർത്ഥികളുടെ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഫസൽ ഗഫൂർ മുൻകൈയെടുത്ത് രണ്ട് കാര്യങ്ങൾ ഡോക്ടർ ഫസൽ ഗഫൂർ ചെയ്യുമോ? ഇപ്പോൾ ഫീസിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ താങ്കൾ ഇതിലൊരു മധ്യസ്ഥ ചുമതല ഏറ്റെടുക്കുന്നയാളാണല്ലോ. ഒന്ന്, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ച ഈ സമരം അത് തെറ്റാണ്, അത് പിൻവലിക്കാൻ അവരോട് പറയുമോ? രണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയം ഗുണപരമായി നിങ്ങൾ വിമർശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാത്ത വിധത്തിൽ ഈ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള അനുമതി നൽകാൻ ഡോക്ടർ ഫസൽ ഗഫൂർ മുൻകൈ എടുക്കുമോ? അല്ല, ഈ ചാനലുകളിൽ വന്ന് പറയുന്നത് തന്നെ മുൻകൈ എടുക്കുന്നതിന്റെ തെളിവാണല്ലോ. അത് പോരാ ഡോക്ടർ ഫസൽ ഗഫൂർ. ഇതിന്റെയൊക്കെ സ്വഭാവം രണ്ടാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. ഇതിന് രണ്ട് തരം സ്വഭാവമുണ്ട്. അഭിപ്രായം പറഞ്ഞങ്ങ് പോകാം, പക്ഷേ മുൻകൈയെടുത്ത് അതിന് വേണ്ടപ്പെട്ട ആളുകളെ നിർബന്ധിക്കുന്നത് പോലുള്ളൊരു തുടർച്ചയുണ്ട്. അത് ഡോക്ടർ ഫസൽ ഗഫൂർ ഏറ്റെടുക്കുമോ? അല്ല, ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തന്നെ മലബാറിലുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള പൊന്നാനി, വളാഞ്ചേരി, ജയിക്ക് അവിടെ ഉണ്ടല്ലോ, പൊന്നാനി, വളാഞ്ചേരി, മമ്പാട്, ഇവിടെയൊക്കെ SFIക്കാരാണ് ഭരിക്കുന്നത്. ഡയറക്റ്റായിട്ടുള്ള SFIയുടെ ഭരണമുള്ള കോളേജുകളിലാണ് MES. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. MESനെ അല്ല ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നതെന്ന് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഉത്തരവാദിത്വം. ഇടപെടുമോ മാനേജ്മെന്റ് അസോസിയേഷന് മുമ്പിൽ അങ്ങനെ ഒരു ഗൗരവമായ സജഷൻ മുന്നോട്ട് വെച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തുറന്ന സമീപനം? അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി ജയിക്കും വിദ്യാർത്ഥി സംഘടനകളും കൈകാര്യം ചെയ്തോളും, അവർ നോക്കിക്കോളും. അങ്ങനെ വന്നാൽ ഒരു ഇടിമുറി ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർക്കാർ ഉടനെ തന്നെ മാനേജ്മെന്റിന് കറക്റ്റ്, അതായത് സർക്കാർ ഇതിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസിൻ്റെ കാര്യത്തോടുകൂടി മാറ്റം അവസാനിക്കരുത്. സർക്കാർ ഈ മറ്റേ സ്ഥാപനങ്ങളിൽ നിന്നും അസോസിയേഷനിൽ നിന്നും ഉറപ്പ് വാങ്ങണം. അതായത് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം ആയിട്ട് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിബന്ധനകൾ, ഞാനതാ പറഞ്ഞു, ഈ അഡ്മിഷനോട് കൂടിയിട്ട് ഈ കാര്യം തീർക്കരുത്. സർക്കാരിനൊരു സമിതി വേണം. ആ സമിതിയിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികളും വേണം, വിദ്യാർത്ഥി പ്രതിനിധികളും വേണം. അപ്പോൾ അത് ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കും. ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ജിഷ്ണുവിൻ്റെ ബന്ധു ശ്രീജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു? ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി കുറെ കൂടി സ്വീകാര്യമായ മറ്റൊരു ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം വരുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ നിങ്ങൾ തന്നെ നേരിട്ട്, അല്ലെങ്കിൽ ജിഷ്ണുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞതായ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഈ കാര്യങ്ങളാകെ പരിശോധിച്ച് ഇത്തരം നിലയിലേക്ക് കോളേജുകൾ മാറാതിരിക്കാൻ സർക്കാർ മുൻകൈയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്. അതെ, ഞങ്ങൾക്ക് ഈ കേസ് അട്ടിമറിക്കാൻ കഴിവുള്ള, സാമ്പത്തികമായും രാഷ്ട്രീയമായും കഴിവുള്ള ഒരു കൂട്ടം പേരാണ് ഈ മാനേജ്മെന്റ് അസോസിയേഷൻ. ഞങ്ങൾ ഈ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജിഷ്ണുവിന്റെ കുടുംബം നിങ്ങൾ നടത്തുന്ന എല്ലാ ചർച്ചകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പമെങ്കിലും മാന്യമായ ഭാഷയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ഈ ഫസൽ ഗഫൂർ അദ്ദേഹം മാത്രമാണ്. ഇന്നലെ CKG നായർ എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളെ കുഞ്ഞിന്റെ ഒരു അനുശോചന പോലും രേഖപ്പെടുത്തിയില്ല. അദ്ദേഹം അവിടെ തകർന്ന ജനൽ ചില്ലുകളുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ 1 കോടി രൂപ ആ ജനൽ ചില്ലുകളും ആ വീടും ഒക്കെ ഞങ്ങൾ അവരുടെ സ്ഥാപനങ്ങളൊക്കെ പരിഹരിച്ചു തരാം, ഞങ്ങളെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു തരാൻ അദ്ദേഹം തയ്യാറാണോ? അവന്റെ ജീവൻ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് തയ്യാറാണോ? അവന്റെ കുഴിമാടത്തിന് തൊട്ടടുത്ത് നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഈ മാനേജ്മെന്റ് അസോസിയേഷന്റെ എല്ലാവരോടും ചോദിക്കട്ടെ, പണം കൊടുത്താൽ ഇവരെല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളുടേതെല്ലാം വിറ്റുപെറുക്കിയിട്ട് അവരുടെ ജനൽ ചില്ലുകളും എല്ലാം ഞങ്ങൾ പരിഹരിച്ചു തരാം, ഞങ്ങളെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ അവർ തയ്യാറുണ്ടോ?
ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇമാതിരി വർത്തമാനം പറയുന്ന ഉടമകളെ വേണ്ട എന്ന നിലപാടോടുകൂടി തന്നെയാണ് ഞങ്ങളും ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുകയും, എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം അടക്കം പേറേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് വിമർശനപരമായി ഡോക്ടർ ഫസൽ ഗഫൂറും ഈ ചർച്ചയിൽ അദ്ദേഹത്തോടും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, പണ്ട് രാജൻ എന്ന വിദ്യാർത്ഥിയെ കാണാതായ കാലത്ത് ഈശ്വര വാര്യർ ചോദിച്ച് മുഖ്യമന്ത്രിയോടടക്കം നടന്നു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ മകനെക്കുറിച്ച്, തൻ്റെ മകനെക്കുറിച്ച്. അതുപോലെയാണ് ശ്രീജിത്ത് എന്ന ജിഷ്ണുവിൻ്റെ ബന്ധു ഇപ്പോൾ ചോദിക്കുന്നത്, നിങ്ങളുടെ സുഹൃത്തു കൂടിയായ നെഹ്റു കോളേജിൻ്റെ ഉടമയ്ക്ക് 1 കോടി രൂപയാണ് നിങ്ങൾ ആ ജനലിന് വിലയിടുന്നതെങ്കിൽ അവർ എങ്ങനെയും അത് തരും, പകരം നിങ്ങൾക്ക് ആ കുട്ടിയെ കൊടുക്കാനാകുമോ? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഫസൽ ഗഫൂർ. തികച്ചും ദാരുണമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളുടെ മുന്നിലുള്ള ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീ കൃഷ്ണദാസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ കോപ്പി അടിച്ച് പിടിക്കുന്നു. ഏതാനും ഒരു മണിക്കൂറിനുള്ളിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് സംഭവം. അല്ല, അവിടെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഡോക്ടർ ഫസൽ ഗഫൂറും ഇതിനിടയിൽ വളരെ ശക്തമായി ഉയർന്ന ഒരു വലിയ മേഖലയെ കാണാതെ പോവുകയാണോ? ആ കുട്ടിക്ക് പരിക്കേറ്റു, ആ കുട്ടിയെ കോളേജിലെ മുറിയിലേക്ക് കയറ്റി വാതിലടച്ചു, വൈസ് പ്രിൻസിപ്പലിൻ്റെ മറ്റോ മുറിയിലേക്ക് കയറ്റി വാതിലടച്ചു, ആ കുട്ടിക്ക് മർദ്ദനമേറ്റു, ആ കുട്ടിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നം നിൽക്കുമ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പോലും ആ ഭാഗത്തെക്കുറിച്ച് കാണാതെ കോപ്പിയടിച്ചു, പിടിച്ചു, അത് കഴിഞ്ഞ് ആ കുട്ടി കുളിമുറിയിൽ പോയി ആത്മഹത്യ ചെയ്തു, ദാരുണമാണ് എന്ന് പറയുമ്പോഴും ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് എന്തുകൊണ്ടാണ് താങ്കളും കടന്നു വരാത്തത്? അല്ലല്ല ശരത്തെ, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. കൃഷ്ണപ്രസാദിൻ്റെ വെർഷനാണ് പറഞ്ഞത്. കൃഷ്ണപ്രസാദ് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് നടന്നു എന്ന് നമുക്കായിരിക്കും അറിഞ്ഞൂടാ. ഇതിൻ്റെ ഇടയിൽ ഇത്രയും ചെറിയൊരു സംഭവത്തിന് ഒരു കുട്ടി എന്തിനു ആത്മഹത്യ ചെയ്യണം? ആ കുട്ടിയെ പറ്റിയിട്ട് യാതൊരു സൈക്കോളജിക്കലായിട്ടുള്ള മുമ്പൊരു രോഗങ്ങളില്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടി വളരെ സന്തോഷപൂർവ്വം പരീക്ഷ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നതാണ്. സംഭവം കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ചു. ഓക്കെ, കോപ്പി അടിച്ചോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക്, കോപ്പി അടിച്ചതാണെങ്കിൽ നേരത്തെ പറഞ്ഞ മേജർ ക്രൈമായിട്ടുള്ള ഇലക്ട്രോണിക് അതൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ പോലീസിന് മാത്രമേ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ടുള്ളത്. ശ്രീജിത്ത്, അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. എന്റെ ശരത്തെ, ഞങ്ങളെ കുഞ്ഞ് അന്ന് ഈ കൊല ഞങ്ങളെ കുട്ടിയെ കൊല ചെയ്യുന്ന ദിവസത്തിന്റെ അന്ന് പുലർച്ചെ 4 മണിക്ക് എണീറ്റ് പഠിച്ചതിന് ശേഷം 5 മണിക്ക് അവന്റെ അമ്മയെ വിളിച്ചു. അമ്മ, ഞാൻ മുഴുവനും പഠിച്ചു എന്ന് പറഞ്ഞാണ് അവൻ ഫോൺ വെച്ചിട്ടുള്ളത്. ആ കുട്ടിയുടെ ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഉടമ പറയുന്നു ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന്. 68% ഉത്തരങ്ങൾ എഴുതി അവന്റെ ഉത്തര പേപ്പർ മുഴുവൻ വെട്ടി നശിപ്പിച്ചത് പിന്നെ ആരാണ് അവരെ മുഴുവൻ വെട്ടി നശിപ്പിച്ചത്? ക്ലാസ് മുറിയിൽ തെളിവല്ലേ? ഇവന്റെ കൂടെ നിൽക്കുന്ന കുട്ടി, ഇവന്റെ കൂടെ കോപ്പി അടിച്ചു എന്ന് ആരോപിക്കപ്പെട്ട കുട്ടിയും അവന്റെ രക്ഷിതാക്കളും ഇന്നലെ 8 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. അവർ പറഞ്ഞു എന്റെ പേപ്പർ നോക്കിയതില്ല, 10 നുണയാണ്, ഞാൻ എവിടെ വേണമെങ്കിലും പറയുമെന്ന് പറഞ്ഞു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അവർ തയ്യാറല്ല. അമ്മ എന്നോട് ചോദിച്ചത്, എനിക്ക് 2 മക്കളുണ്ട്, ഒരു മകനെ ഇന്നലെ നഷ്ടപ്പെട്ടു, മറ്റൊരു മകനെ നമ്മൾ കുരുതി കൊടുക്കണോ? ഞാൻ ഏത് അധികാരികളെ മുന്നിലും ഈവൻ ജിഷ്ണു അവന്റെ നോക്കി എഴുതിയിട്ടില്ല എന്ന് എന്റെ മകനെ കൊണ്ട് ഉള്ള സത്യം ഞാൻ പറയിക്കൂന്ന് പറഞ്ഞു. അവർ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ആ തെളിവുകൾ കൊടുത്തു. അവരത് സമ്മതിച്ചു. കോപ്പിയടി നടന്നിട്ടില്ല, ഞങ്ങളെ മകൻ കോപ്പിയടിക്കാരനല്ല, അവൻ മിടുക്കനാണ്. എന്നിട്ട് വീണ്ടും എന്തിനാ ഫസൽ ഗഫൂർ നിങ്ങളെ പോലെയുള്ളവർ ഇത് ആവർത്തിക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ കുഞ്ഞിന്റെ ശവത്തിൽ കുത്തുന്നത് എന്തിനാണ്? ഒരു തരത്തിലും ഒരു വിശദീകരണം കൊണ്ടും തീർക്കാനാകാത്ത വലിയ വിയോഗം തന്നെയാണ്, വലിയ നഷ്ടമാണ് ആ കുടുംബത്തിന് സംഭവിച്ചത്. ഒരു വാക്കുകൊണ്ട് പോലും ആവർത്തിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഡോക്ടർ ഫസൽ ശ്രീജിച്ച കാര്യം. ഞാൻ അവർ ന്യായീകരിച്ച് പറഞ്ഞതല്ല, അവരുടെ വാദം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അവരുടെ വാദം പോലും ഞാൻ ഒരിക്കലും ഡോക്ടർ ഫസൽ ഗഫൂറിനോട് അത്തരം ഭാഷ ഞങ്ങളുടെ കൂടെ നിൽക്കൂ, ഞങ്ങൾക്ക് ഭയമാണ് അവരെ. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീജിത്ത് പറഞ്ഞത് പ്രധാനമാണ്. നിങ്ങൾ ഈ രംഗത്ത് കേരളത്തിൽ ഒരുപാട് ആളുകൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ.
ഇവർക്കൊപ്പം നിൽക്കൂ. അവരുടെ വാദം താങ്കളുടെ മുമ്പിലുണ്ട്, താങ്കൾ അത് പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന്റെ സത്യസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെയുള്ളവരെ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ അറിയോ ഗഫൂർ സർ, നിങ്ങൾ അറിയോ ഞങ്ങളുടെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ കോളേജ് ഉടമ എന്നുള്ള രീതിയിൽ, മറ്റ് കോളേജുകളുടെ ഉടമ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. വളരെ ദൂര ദിക്കുകളിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് വ്യക്തികൾ ഇന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളൊന്ന് വരിക, ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ അറിഞ്ഞോ ഞങ്ങളെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇവർ അട്ടിമറിച്ചിരിക്കുകയാണ്. അത്ര വലിയ ആശങ്കയും സംശയവും ആ കുടുംബത്തിനുണ്ട്. ഫസൽ ഗഫൂർ, ഞാനൊന്നും ചേർക്കുന്നില്ല. ഫസൽ ഗഫൂർ. തീർച്ചയായിട്ടും ശരത്ത്, ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് തന്നെയാണ് നമ്മുടെ ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ തന്നെ പല മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ആൾക്കാർ ഈ രംഗത്തൊന്നും വന്നിട്ടില്ല. ഞാൻ ഈ രംഗത്ത് വന്ന് ഇടപെടുന്നതിന് കാരണം തന്നെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് എനിക്ക് സർക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഞാനത് പറഞ്ഞത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാനും ആവർത്തിക്കുന്നത്, ഇന്നത്തെ ഒരു ദിവസം, സർക്കാർ ഈ നടപടികളുമായി പോകുന്ന ദിവസം, സർക്കാരിനെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഒരു നടപടി, നാളെ മുതൽ ഞങ്ങളിത് അടച്ചിടും എന്ന് പറഞ്ഞ ഒരു ഉടമയുടെ പ്രതിനിധിക്കപ്പുറം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളെപ്പോലെയുള്ളവർ സംസാരിക്കട്ടെ എന്ന് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഞങ്ങളും കരുതത് അതുകൊണ്ടാണ്. ജയ്ക്ക് ഒരുപാട് സമയം അങ്ങനെ പോയതുകൊണ്ടാണ്. ഈ കാര്യങ്ങളാകെ കേട്ടല്ലോ. ഇനിയിപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ടോം കോളേജിലെ സമരം, അവിടെയും അടിച്ചു തകർക്കലൊക്കെ ഉണ്ടായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറാൻ കഴിയാത്ത കോളേജുകളിൽ യൂണിറ്റ് കമ്മിറ്റികൾക്ക് കൊടി ഉയർത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തീരുന്ന പ്രശ്നങ്ങളല്ല ഇത് എന്ന നല്ല ധാരണ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടോ? അത് SFI ആയാലും KSU ആയാലും ഒക്കെ. ഇതിൻ്റെ പേരിൽ ഒരു സമരം നടത്തിയാൽ പോലും കേരളം പഴയ മട്ടിൽ നിശ്ചലമാകില്ല വിദ്യാഭ്യാസ രംഗം എന്നതും കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. SFI ഇല്ല, KSU ASF ആണെന്ന് സമരം പ്രഖ്യാപിച്ചത്. വളരെ സങ്കീർണമായൊരു സാഹചര്യം. വിദ്യാർത്ഥി സംഘടനകൾക്ക് എങ്ങനെ ഈ സ്വാശ്രയ മേഖലയിലേക്ക് കൂടുതൽ ഗുണപരമായി ഇടപെടാനാകും? വിദ്യാഭ്യാസ മേഖല നിശ്ചലമാകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള വാദഗതിക്ക് ഇത് ഞാനില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹം നിശ്ചയിക്കട്ടെ. അവർ കണ്ടിട്ടുള്ളതാണല്ലോ SFIയുടെ വിദ്യാഭ്യാസ ബന്ദ് അല്ലെങ്കിൽ സമരം ഏത് തരത്തിലുള്ളതായിരുന്നു. അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ എനിക്ക് ശ്രീ ഫസൽ ഗഫൂർ ഇവിടെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. അതിനുശേഷം ശ്രീ ശരത്ത് സൂചിപ്പിച്ചതിലേക്ക് ഞാൻ വരാം. ശ്രീ ഫസൽ ഗഫൂറിനെ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ടല്ല ഇതേവരെ ഞാൻ ഇന്നലെയും ഇന്നും പങ്കെടുത്ത ചാനൽ ചർച്ചകളിൽ ശ്രീ കൃഷ്ണദാസിനെ പോലെയോ ശ്രീ മൂസയെ പോലെയോ അല്ലെങ്കിൽ ശ്രീ പരീദിനെ പോലെയോ നമ്മുടെ നാട്ടിലെ ഇരുമ്പ് മറ കൊണ്ട് മറച്ചു വെച്ച് സമാനതകളില്ലാത്ത നരാധമത്വം നടത്തുന്ന ഏതെങ്കിലും ഒരു സ്വാശ്രയ കോളേജിൻ്റെ കേവലമായ ഒരു ഉടമയായിട്ടല്ല ശ്രീ ഫസൽ ഗഫൂറിനെ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹവും SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കാണുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏത് കലാലയങ്ങളിലാവട്ടെ, പൊന്നാനി MES മുതൽ കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈരാറ്റുപേട്ടയിലെ MES കലാലയത്തിൽ വരെ ഞങ്ങൾക്ക് മാന്യമായ വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചു തരാൻ എല്ലാ കാലവും ജനാധിപത്യപരമായി വിശാല മനസ്സ് കാണിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് MES. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സങ്കീർണമായ അധ്യായം തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്വാശ്രയ മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുക. എന്താ? സാധാരണ മുത്തൂറ്റ് തൊഴിലാളികൾ ഒരു മാസം മുമ്പ് സമരം നടത്തിയപ്പോൾ ആ കഴുത്തറപ്പൻ ബ്ലേഡ് സ്ഥാപനം അടച്ചിട്ടുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തോട് പ്രതികാരം തീർത്ത മുത്തൂറ്റ് പോലെ ഇപ്പോൾ സമരം ഉയർന്നു വന്നപ്പോൾ ഞങ്ങളുടെ സ്വാശ്രയ കോളേജുകൾ അടച്ചിടാൻ വേണ്ടി പോകുന്നുവെന്ന് നമ്മുടെ നാട്ടിലെ സ്വാശ്രയ മാനേജ്മെന്റുകൾ തീരുമാനിച്ചിരിക്കുക. ശ്രീ ഫസൽ ഗഫൂർ, നിങ്ങൾ ആരുടെ ഒപ്പം നിൽക്കുമെന്ന് അറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കടുത്ത അഭിവാഞ്ഛയുണ്ട്. നിങ്ങൾ മരിച്ചു വീണ ജിഷ്ണുവിന്റെ നീതി ലഭിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന കേരളത്തിലെ പൊതുസമൂഹത്തോടും വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടും ഒപ്പമാണോ നിങ്ങൾ നിൽക്കുക? അതോ ആ സമരത്തെ അടിച്ച് ഉടച്ച് ഇല്ലാതാക്കി കേരളത്തിന്റെ സ്വാശ്രയ കോളേജുകളിൽ നിന്നും ജനാധിപത്യ അവകാശം പടിക്ക് പുറത്തു നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന മറ്റ് സ്വാശ്രയ കോളേജിലെ നരാധമന്മാരായ ഭരണാധികാരികളോടൊപ്പമാണോ ശ്രീ ഫസൽ ഗഫൂർ നിലയുറപ്പിക്കുക എന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ഏതായാലും സമയം അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ജയ്ക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും ഫസൽ ഗഫൂർ, താങ്കളോട് തന്നെയാണ് ഈ ചോദ്യം ഉയരുന്നത്. ഒരു വ്യക്തിയുടെ ചോദ്യം എന്നതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം അതിലടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ശരത്ത്, ഞാൻ എൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ 10-20 കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ രംഗങ്ങളും നിങ്ങൾക്ക് സംവരണ വിഷയമായാലും
ഫീസിൻ്റെ ഇളവിൻ്റെ കാര്യമായാലും സ്വയാശ്രയത്തിൻ്റെ ചർച്ചകൾ എയ്ഡഡ് മേഖലയിലായാലും ഒക്കെ ഞങ്ങളുടെ സമീപനം ഒന്നും വേണ്ട ഏകജാലകമായാലും ഒക്കെ എടുത്തിട്ടുള്ള സമീപനം എല്ലാവർക്കും അറിയാം. ഈ കാര്യത്തിലും ഞങ്ങൾ ആ സമീപനം. പക്ഷേ ഞങ്ങൾക്കിതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തറിയോ, ഇത് 160ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നോ അല്ല 3-4 മാത്രമായിട്ട് ഞങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മറ്റേ എയ്ഡഡ് മേഖല മാതിരി അല്ലത് ഈ എയ്ഡഡ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതലും കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാനായിട്ട് നമുക്കൊരു സമയം, ഇതെല്ലാം വൈകാരികമായിട്ട് എല്ലാവരും ഇപ്പോൾ എടുത്ത് ചാടിയിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ചർച്ചകളിൽ ശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുകയും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യും. ഓരോ സംശയമുണ്ട്. അത്രയും ആശ്വസിക്കൂ ജയ്ക്ക്. വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ സമീപിക്കുമെന്നാണ് ഫസൽ ഗഫൂർ അവസാനം പറഞ്ഞു വെച്ചത്. ശ്രീ ശബരിനാഥ്, ഈ ചർച്ചകളുടെ ഒടുവിൽ ഏതായാലും നമ്മുടെ ക്യാമ്പസുകൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് യാതൊരു സംവിധാനവുമില്ല, പകരം ഇടിമുറികൾ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും അധികം കേട്ട നിലയിലേക്ക് ഗുണ്ടകളെ ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ PRO എന്നൊക്കെ പറയുന്ന നല്ല സുന്ദര പദങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ തണലിൽ ഇവർ നിശ്ചയിക്കുന്ന ഫൈനും ഫീസും ശിക്ഷാമാർഗങ്ങളും ഒക്കെയായി ഇതാരോടും പുറത്തു പറയാതെ ഒരു വിദ്യാർത്ഥി സമൂഹം കടന്ന് ജീവിച്ചു പോകുന്ന ഒരു ഘട്ടം, അതിനാണ് മാറ്റം ഉണ്ടാവേണ്ടത്, യാതൊരു സംശയവുമില്ല. അവിടെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലിയായി മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് കർക്കശമായി നടപടികൾ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നയാളാണോ താങ്കൾ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ, വിദ്യാർത്ഥി സംഘടനകൾ എപ്പോഴും ഒരു കൺട്രോളിങ് മെക്കാനിസമാണ്. ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘടന ഇല്ലാത്തപ്പോൾ ഒരുപക്ഷെ മാനേജ്മെൻറ്റുകൾക്കും അവിടെ പ്രവർത്തിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ PRO പോലത്തെ ആളുകൾക്ക് എന്തും കാണിക്കാമെന്നൊരു ധാർഷ്ട്യം ഉണ്ടാകുന്നത് അവിടെ ഒരു വാക്യൂം ഉള്ളപ്പോഴാണ്. ആ വാക്യൂം ഫില്ല് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനകൾ ഒളിഞ്ഞല്ല, നേരിട്ട് ഡയറക്റ്റായിട്ട് വന്ന് സംഘടിച്ച് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കോളേജുകൾക്ക് വേണം. രണ്ടാമത്, ഈ ഒരു പക്ഷേ ഓംബുഡ്സ്മാനേക്കാൾ കൂടുതൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വിജിലൻസിൻ്റെ തന്നെ വിസിൽ ബ്ലോവർ പോളിസി ഉണ്ട്. നാളെ ഞാനിപ്പോൾ നെഹ്റു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എൻ്റെ ഇൻറ്റേർണൽ മാർക്ക് 5 മാർക്ക് കുറച്ചോ 10 മാർക്ക് കുറച്ചോ എന്നെ തോൽപ്പിക്കാൻ ഇത് സാറുമാർ ഉപയോഗിക്കത്തില്ലെന്ന് ഉറപ്പിക്കണമെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ചെന്ന് പറയാനുള്ളൊരു വേദി ഉണ്ടാക്കണം. അത് എത്രത്തോളം ഈ ഓംബുഡ് സ്കാൻ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വിദ്യാർത്ഥികൾക്ക് നിഷ്പക്ഷമായി ഒരുപക്ഷെ അത് പറയാനുള്ള ഒരു വേദി സർക്കാർ ഉണ്ടാക്കണം. എനിക്ക് ഒരു കാര്യം കൂടെ ഇതായിട്ടത് ക്ലബ് ചെയ്ത് പറയാനുള്ളത്, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച കേരളത്തിലെ ചീഫ് സെക്രട്ടറി അടക്കം എല്ലാ IAS ഉദ്യോഗസ്ഥരും സമരത്തിലേക്ക് പോവുകയാണെന്ന് രാവിലെ തലേദിവസം പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം ജവഹർനഗറിലെ IAS ക്വാർട്ടേഴ്സിൽ നിന്ന് മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ അവരെ നിശിതമായി വിമർശിച്ച് തൊട്ടടുത്ത മിനിറ്റ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയതാണ്. ആ ഒരു ആദർശം, ഒരുപക്ഷെ ആ ഒരു ശക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കാണിച്ചുകൂടെ? ഈ ഒരുപക്ഷെ ശബരിനാഥ് ഉന്നയിച്ച ആ ഒരു സംശയവും ആ വികാരവും അതിൻ്റെ തുടക്കമായി സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗം ഇന്നെടുത്ത തീരുമാനത്തെയും നടപടികളെയും നമ്മൾക്ക് വളരെ ശുഭകരമായി, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പ്രശ്നത്തിൽ വളരെ ആർജവത്തോടുകൂടി നടപടികളുമായി മുന്നോട്ട് പോകും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം സർക്കാരിനൊപ്പം എന്ന് പറഞ്ഞ ആ നല്ല വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് അത്തരം നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ജേക്സി തോമസ്, ശബരിനാഥ്, പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രൈം ഡിബേറ്റുമായി സഹകരിച്ചതിന് വളരെയധികം നന്ദി. വളരെ വേഗം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. M. ലിജു, കോൺഗ്രസ് നേതാവ്, നമ്മൾക്കൊപ്പം ചേരുന്നു. രാഹുലിൻ്റെ വിശ്വാസം കോൺഗ്രസിനെ രക്ഷിക്കുമോ? വേഗം മടങ്ങി വരാം. BJP നേതാക്കളെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു.